മകളെ, ഈശോ നമ്മോട് മിണ്ടുന്നത് കാണുന്നുണ്ടോ? ഈശോ നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരെ കർത്താവിന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. ഇതാ ഇന്ന് നമ്മോട് എല്ലാവരോടുമായി സംസാരിക്കുന്ന വചനം എഫെസോസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും കർത്താവിൽ പ്രാർത്ഥന നിരതരായിരിക്കുക. ഇതൊരു ആത്മാവിന്റെ പ്രാർത്ഥനയാണത്. എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടല്ലോ. പിശാചിന് ഭയമാണ്, പേടിയാണ്. അവന്റെ അടുത്തേക്ക് അവൻ അടുത്തു വരികയില്ല. കാരണം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട്, കരങ്ങളിൽ ജപമാല പിടിച്ച്, കരങ്ങളിൽ ദൈവവചനം പിടിച്ച്, ഹൃദയത്തിൽ യേശുവിനെ സംവഹിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തിയും കണ്ടാൽ പിശാച് ഭയന്നോടും. അതുകൊണ്ട് അധരത്തിൽ കരുണയും കരത്തിൽ ജപമാലയുമായി മുന്നോട്ട് നീങ്ങാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധരുണ്ടാകണ്ടേ, സഭ നവീകരിക്കപ്പെടണ്ടേ, ഹൃദയങ്ങൾ നവീകരിക്കപ്പെടണ്ടേ, വിട്ടുപോയവർ വീണ്ടും കൂടിച്ചേരണ്ടേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണ്ടേ, ദൈവജനം ദൈവത്തെ എപ്പോഴും വാഴ്ത്തി സ്തുതിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തെയും പ്രാർത്ഥിക്കുന്ന ഹൃദയത്തെയും അത് നിർമ്മലമാക്കും, വിശുദ്ധമാക്കി തീർക്കും. അത് യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആത്മാവിന്റെ പ്രാർത്ഥനയായി കർത്താവ് അത് രൂപാന്തരപ്പെടുത്തുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.